ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തേജസ് ന്യൂസിൻ്റെ റമളാൻ വിചാരത്തിലേക്ക് സ്വാഗതം. അള്ളാഹുവാണ് ഏക ഇലാഹ് അഥവാ ഒരേയൊരു ആരാധ്യൻ എന്ന് ഉറച്ച ബോധ്യമുള്ളവരാണല്ലോ സത്യവിശ്വാസികൾ. ആകാശഭൂമികളും നക്ഷത്രഗോളാദികളും ക്ഷീരപഥങ്ങളും കരയും കടലും കാടും പുഴയും പുൽമേടുകളും പർവ്വതങ്ങളും സസ്യലതാദികളും പക്ഷികളും മൃഗങ്ങളും മനുഷ്യരുമെല്ലാം അടങ്ങുന്ന ഈ ബ്രഹ്മാണ്ഡ കടാഹം മുഴുവൻ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് നമുക്കറിയാം. മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും സ്രഷ്ടാവും പരിപാലകനുമാണ് അള്ളാഹു. ഇക്കാര്യം ബോധ്യമുള്ളത് കൊണ്ടാണ് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നത്. അള്ളാഹുവിനെ അറിയുക എന്നത് ഏതൊരു മുസ്ലിമിനും സത്യവിശ്വാസത്തിൻ്റെ അടിയാധാരം ഉറപ്പിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. അള്ളാഹു എന്നത് സവിശേഷമായ ഒരു നാമമാണ്. അൽ ഇലാഹ് എന്നതാണ് അള്ളാഹു. അൽ ഇലാഹ് എന്നാൽ സാക്ഷാൽ ആരാധ്യൻ എന്നർത്ഥം. അറബി ഭാഷയിലുള്ള അള്ളാഹു എന്ന നാമത്തിന് ബഹുവചനമില്ല, സ്ത്രീലിംഗമില്ല. മറ്റൊരു ഭാഷയിലും അങ്ങനെയൊരു പേരില്ല. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലൊന്നും അള്ളാഹുവിന് മറ്റ് പങ്കുകാരില്ല. ഇതെല്ലാം കൊണ്ടാണ് അള്ളാഹു ഏകനായ ഇലാഹ് അഥവാ ഒരേയൊരു ആരാധ്യൻ ആകുന്നത്. ഖുർആനിലെ 112 അധ്യായമായ സൂറത്തുൽ ഇഖ്ലാസിലെ 4 സൂക്തങ്ങളിലൂടെ അള്ളാഹു അവനെക്കുറിച്ച് ലളിതമായും സംക്ഷിപ്തമായും അതേസമയം അർത്ഥഗർഭമായും പറഞ്ഞു തരുന്നുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പറയുക, അള്ളാഹു അവൻ ഏകനാണ്. അള്ളാഹു ഏവർക്കും ആശ്രയമായവൻ, പരാശ്രയമുക്തൻ. അവൻ ജനിപ്പിച്ചിട്ടില്ല, ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല. അവനു തുല്യനായി ആരും തന്നെയില്ല. അള്ളാഹു ഏകനാണെന്നും അവന് ആരുടെയും ആശ്രയം ആവശ്യമില്ലെന്നും എന്നാൽ അവൻ എല്ലാവർക്കും ആശ്രയമേകുന്നവനാണെന്നും അവന് സന്താനമില്ലെന്നും അവൻ ആരുടെയും സന്താനമല്ലെന്നും അവനു തുല്യനായി ആരും തന്നെ ഇല്ലെന്നുമാണ് ഈ വാക്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. അസ്തിത്വത്തിലും ഗുണത്തിലും കഴിവിലും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നിഷേധിക്കുന്ന എല്ലാ ബഹുദൈവ സിദ്ധാന്തങ്ങളുടെയും വിശ്വാസധാരകളുടെയും അടിവേരറുക്കുകയാണ് അള്ളാഹു ഈ ഖുർആൻ വാക്യങ്ങളിലൂടെ. വിശുദ്ധ ഖുർആന്റെ 1/3 എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുകൂടി ഓർക്കുക. ഇഖ്ലാസ് എന്നാൽ കളങ്കമില്ലാത്തത് എന്നാണ് അർത്ഥം. കളങ്കമറ്റ ഏകദൈവ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ആശയപ്രപഞ്ചമാണ് അള്ളാഹു ഈ അധ്യായത്തിലൂടെ നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നത്. കളങ്കമില്ലാത്ത വിശ്വാസവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നയാൾ സ്വർഗാവകാശിയാണെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. അൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മാത വഹുവ യഅലമു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ലെന്ന ബോധ്യത്തോടെ മരണം വരിച്ചവൻ സ്വർഗത്തിൽ കടന്നു. കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും അള്ളാഹുവിൽ വിശ്വസിക്കലാണെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൻ്റെ ആദ്യ ഭാഗം വ്യക്തമാക്കുന്നു. അൻ അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ് അയ്യുൽ അഅമാലി അഫ്ളലു ഖാല അൽ ഈമാനു ബില്ലാഹി വൽ ജിഹാദു ഫീ സബീലിഹി. അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? അവിടുന്ന് അരുളി, അള്ളാഹുവിൽ വിശ്വസിക്കലും അവൻ്റെ മാർഗത്തിൽ പോരാടലും. അള്ളാഹുവിനെ അറിഞ്ഞ ഇബാദത്തുകൾ ചെയ്യുമ്പോഴാണ് ആത്മാവുള്ള ആരാധനകളായി അവ മാറുക. അള്ളാഹു നമ്മുടെയും ഈ പ്രപഞ്ചത്തിൻ്റെ ആകെയും സൃഷ്ടാവും പരിപാലകനുമാണെന്നും അവൻ്റെ കാരുണ്യത്തിൻ്റെ കൈവഴികളാണ് നമ്മിലും നമുക്ക് ചുറ്റും പരന്നു കിടക്കുന്നതെന്നും തിരിച്ചറിയുന്ന നിമിഷം ഏക ഇലാഹായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും. പിന്നെ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും റബ്ബിൻ്റെ ഓർമ്മകളിലായി ജീവിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയം
നാം വിജയപാതയിലായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.